ഈ മനോഹരമായ വിശുദ്ധ ശബ്ദത്തിന്റെ മധ്യാഹ്ന വേളയിൽ അല്പസമയം തിരുവചനവുമായി നിങ്ങൾ മുമ്പ് നിൽക്കുവാൻ സർവശക്തനായ ദൈവം അണിഞ്ഞു നൽകിയതായ ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പനേര ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിധവാഹം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാമത്തെ വാക്യമെന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, യഹൂദനായിട്ട് ശമരിയക്കാരന്റെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന്. പരിശുദ്ധിയിൽ വസിക്കുന്നതായ സൗഖ്യപിതാവാണ് ഈ വിശുദ്ധ ശബ്ദത്തിൽ കർത്താവെ ദൈവാലയത്തിൽ തിരുവചനങ്ങൾ നൽകുവാൻ തക്കവണ്ണം അടിയനെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തതിനാണ് അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചന കർത്താവെ ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ അവിടെ പ്രാർത്ഥനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ തന്റെ ജനത്തിൽ കർത്താവെ ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള ഹൃദയം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്മകളെ കൊണ്ട് നിറയ്ക്കണം. സകലമായ മഹത്വം കൊണ്ട് എടുക്കണം. യേശുവിന്റെ വലിയ നമുക്ക് തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അല്പനേര ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിധഭാഗമാണ് നാം വായിച്ചത്. ശമരിയ എന്നൊരു പട്ടണത്തെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ശമരിയക്കാരെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞതായ ഉപമയും ശമരിയക്കാരി സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. നല്ലൊരു ശമരിയക്കാരനെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണാൻ തക്കവണ്ണം കഴിയും. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ക്രമീകരിക്കുവാൻ കഴിയും. എന്നാൽ ഈ ശമരിയ പട്ടണത്തെ കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിലാണ് നാം കാണുന്നത്. ഈ പട്ടണത്തിന്റെ ഉത്ഭവം ഇപ്രകാരമാണെന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലോട്ട് പോകേണ്ടതായിരുന്നു. എന്നാൽ ഇന്നത്തെ എന്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് വേർപാടിൽ നിന്നും വീണ്ടെടുപ്പിലേക്ക് ഒരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നാമതായി വേർപാടിൽ നിന്നും വീണ്ടെടുപ്പിലേക്ക് എന്നൊരു ഭാഗം. അപ്പോൾ ഇവിടെ ശമരിയ എന്നൊരു പട്ടണത്തെ കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്ഭവം എങ്ങനെ നമുക്ക് അറിയണമെങ്കിൽ 1 രാജാക്കന്മാർ 16-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒമ്രിയുടെ കാലത്തിലാണ് ഈ പട്ടണം വില കൊടുത്ത് വാങ്ങിച്ചത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. ആ ഭാഗം ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 16-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദ രാജാവായ ആസയുടെ 31-ാം ആണ്ടിൽ ഒമ്രി ഇസ്രായേൽ രാജാവായി 12 സംവത്സരമാണോ. പിന്നെ അവൻ ശേമേലിനോട് ആരോടാണ് വാങ്ങിച്ചത്? ശേമേലിനോട് 2 താലന്ത് വെള്ളി കാശ് കൊടുത്ത് ശമരിയ മല വാങ്ങി. എന്നാൽ ഈ പട്ടണത്തിന് പേര് ആരുടെ പേരാണ് ഇട്ടത്? ഈ ആരാണ് കാശ് കൊടുത്ത് വാങ്ങിച്ചത്? ഉമ്രി ശമേലിനോട് വാങ്ങിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഈ പട്ടണത്തിനിട്ടത്. അപ്പോൾ ഈ പട്ടണത്തിന് ഏത് പേരാണ് ഇങ്ങനെ വന്നത്? ശമേലിന്റെ പേരാണ് ഈ പട്ടണത്തിനിട്ടത്, അല്ലെ? ശമരിയ എന്ന് നമുക്ക് കാണാൻ തക്കൊണ്ട് കഴിയും. അങ്ങനെ 2 താലന്ത് കൊടുത്ത് വാങ്ങിച്ചതായ ഈ പട്ടണം നമുക്ക് കാണാൻ കഴിയും. ഈ പട്ടണത്തിന്റെ ഉത്ഭവം അങ്ങനെ ഉമ്രിയുടെ കാലത്ത് ഇസ്രായേൽ രാജാവായി മാറുന്നതായ സമയത്ത് അദ്ദേഹം വാങ്ങിച്ചതായ ഈ ഒരു പട്ടണത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. ശമര്യക്കാരുടെ ചരിത്രം തുടങ്ങുന്നത് അവരുടെ ഒരു വീഴ്ചയോട് കൂടിയാണ് നമുക്ക് കാണാൻ തക്കൊണ്ട് കഴിയും. ശമര്യക്കാരെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒരു യഹൂദനുമായി ഏതൊരു ബന്ധമില്ലാത്ത ഒരു ജീവിതം നയിച്ചിരുന്നവരാണ് ശമര്യക്കാർ. ശമര്യക്കാരും യഹൂദരും തമ്മിൽ പരസ്പരം അവർ സംസാരിക്കാറില്ല. കാരണം ഈ ശമര്യക്കാരും യഹൂദനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു യഹൂദൻ ഈ ശമര്യക്കാരനെ വെറുത്തതെന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രപരമായി കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ശമര്യക്കാർ എന്താണ് വെറുത്തതെന്ന് നാം
അതിന്റെ 23 24 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അതിനെക്കുറിച്ച് കാണാൻ തക്കൊണ്ട് കഴിയും. അവർ അവയെ വിട്ട് മാറുകയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെ മുഖാന്തരം മൈക്കിലൂടെ വായിക്കണം. അവർ അവയെ വിട്ട് മാറുകയാ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്തത് പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശ്ശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു അടിമത്തത്തിലേക്ക് അശ്ശൂർ രാജാവ് ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ട് പോകുന്നതായ ഒരു സന്ദർഭമാണ്. ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നതായ സമയത്തിൽ അവർ വളരെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവരിൽ ഒരു തിരിച്ചുവരവ് അവർക്കുണ്ടായിരുന്നു. യഹോവയായ ദൈവം അവർക്ക് ഒരു തിരിച്ചുവരവ് കൊടുത്തുവെങ്കിലും അതിൽ നിന്നും 2 ഭാഗമായി തിരിയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ ശേഷിച്ചതായ ഒരു കൂട്ടര്, അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ ആശ്രയിച്ചു പോയതായ ഒരു കൂട്ടരെ കാണാൻ തക്കാൻ കഴിയും. നമുക്ക് ആ ഭാഗത്തിൽ നാം തുടർന്ന് വായിക്കുന്നുവെങ്കിൽ 17-ാം അധ്യായം അതിൽ 23 മുതൽ തുടർന്ന് നാം വായിക്കുന്നുവെങ്കിൽ അവിടെ അവരുടെ ശമരിയ പട്ടണത്തിൽ തന്നെ മറ്റു മതസ്ഥരെയും അവിടെ കൊണ്ടുവന്നിരുന്നു പാർപ്പിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. 2 രാജാക്കന്മാർ 17-ന്റെ തുടർന്നുള്ള ഭാഗത്ത് വായിക്കാം. അശ്ശൂർ രാജാവ് ബാബേൽ, ഉഥ, ആഗ, എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ഇവിടെ 5 തരം രാജ്യങ്ങളിലുള്ളതായ വ്യക്തികളെ ഇസ്രായേൽ ജനത്തോടു കൂടി എന്ത് ചെയ്തു? ആ ശമര്യ എന്ന പട്ടണത്തിൽ പാർപ്പിച്ചു. ആ പട്ടണത്തിൽ അവർ പാർപ്പിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ജനം വേർതിരിക്കപ്പെട്ട് ജീവിക്കേണ്ടതായ ജനം എന്ത് ചെയ്തു? ഈ 5 തരം ജാതീയ ആചാരങ്ങൾ ആരിലൂടെ കടന്നു വന്നു? ഇസ്രായേൽ ജനത്തിലൂടെ കടന്നു വന്നു. എന്നാൽ അവിടെയും ഒരു ശേഷിച്ച ജനം ഉണ്ടായിരുന്നു. നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനത്തെ ദൈവം ബാബിലോണിൽ അടിമയായി പോകുമ്പോഴേക്കും ബാബേലിൽ അവരായിരിക്കുന്നതായ സമയത്തിൽ ഒരു ശേഷിച്ച ജനം എപ്പോഴും ആർക്കുണ്ടായിരുന്നു? ദൈവത്തിനുണ്ടായിരുന്നതായി കാണാം, അല്ലെ? അവിടെ ദൈവത്തെ രാജാവിനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നമുക്ക് അറിയാൻ കഴിയും 3 ബാലന്മാർ. അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയില്ല, അല്ലെ? ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കില്ല. ഞങ്ങൾ ആരെ ആരാധിക്കുള്ളൂ? ദൈവത്തെ, സ്വർഗസ്ഥനായ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നൊരു ദൃഢനിശ്ചയം അവരെടുത്തിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ജനമെന്ന് നാം പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ ജനത്തിൽ എപ്പോഴും ഒരു വേർതിരിവ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ ഈ ശമര്യയുടെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ആ ശമര്യ പട്ടണത്തിൽ അവിടെ നിന്ന് താമസിച്ചിരുന്നതായ ജനങ്ങൾ അവിടെ 5 തരം ജാതികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവരുമായി ഇടപഴകി ജീവിച്ചത് കൊണ്ട് അവരുടെ ഇസ്രായേൽ ജനത്തിലും എന്തുണ്ടായി? ഒരു വിഗ്രഹ ആരാധനയുടെ ഒരു തുടക്കം അവർക്കുണ്ടായതായി കാണാം. അങ്ങനെ തന്നെ അവരുടെ ആ ജീവിതം അവർ തുടർന്നു വന്നു എന്ന് നമുക്ക് കാണാൻ തക്കൊണ്ട് കഴിയും. എന്നാൽ അവരുടെ പ്രവാസകാലമെല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ ജനം അവിടെ നിന്ന് യെരൂശലേമിൽ ഒരു ദൈവാലയം സ്ഥാപിക്കുകയും അവരവിടെ നിന്ന് വരുമ്പോഴേക്കും ശമര്യക്കാർ എന്ത് ചെയ്തു? ശമര്യയിൽ ഒരു ദൈവാലയം പണിയുകയും ചെയ്തു. ശമര്യയിൽ ഒരു ദൈവാലയം പണിത് അവിടെയാണ് അവർ മലയിൽ ആരാധിക്കുകയും ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ തക്കൊണ്ട് കഴിയും. അപ്പോൾ 2 തരം ആരാധനയെ അവിടെ നയിച്ചിരുന്നതായി നമ്മൾ കാണുന്നു. 2 തരം ആരാധന നടത്തിയ ആരാണ്? ഇസ്രായേലിന്റെ ജനം. ഒരു വേർതിരിക്കപ്പെട്ട ജനവും ഒരു വേർതിരിക്കപ്പെടാത്തതായ ജനവും. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടയിലും അപ്രകാരമുള്ള ആരാധനകൾ ആരാധിക്കുന്നതായ വ്യക്തികൾ നമുക്ക് കാണാൻ തക്കൊണ്ട് കഴിയും. ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞു സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുന്നവരുമുണ്ട്. മിശ്രമായി മറ്റ് മതങ്ങളെ ആരാധിക്കുന്നവരും.
ദൈവം പറയുന്നു ദൈവം ഏകനാണ്, ഏകദൈവത്തെ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലും ഇന്ന് എങ്ങനെയാണ് ആരാധനകൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ്? ഇന്ന് മാതാവിന്റെ പേരിൽ ആരാധിക്കുന്നവരുണ്ട്, പുണ്യവാന്മാരുടെ പേരിൽ ആരാധിക്കുന്നവരുണ്ട്, അല്ലെ? ഇന്ന് ശമരിയുടെ വിശ്വാസം പോലെയാണോ മറ്റുള്ള ജനതയും ക്രിസ്തീയത എന്ന് പറഞ്ഞുകൊണ്ട് ആചരിക്കുന്നവരാണ്? നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടവരുണ്ട്, നമ്മൾ ഏത് ഭാഗത്തിലാണ് നാം ആരാധിക്കുന്നത്. ശമരിയക്കാരുടെ ജീവിതമാണോ നാം പിന്തുടരുന്നത്, അതോ ഇസ്രായേൽ എന്ന ആ രാഷ്ട്രത്തിൽ ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നവരെയാണോ നാം പിന്തുടരേണ്ടതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പോൾ ഇവിടെ ഈ ജനം, ശമരിയിൽ പാർത്തിരുന്നതായ ഇസ്രായേൽ ജനം, അവർക്ക് ചില കാര്യങ്ങളുണ്ടായി, അവർ ചില നിയമങ്ങൾ അവർ ചെയ്തിരുന്നു. അവർ പ്രധാനമായും ദൈവത്തിന്റെ 5 ഈ പഴയ ദൈവത്തിൽ 5 ഗ്രന്ഥങ്ങളാണ് അവരും എന്ത് ചെയ്തിരുന്നത്, അവരും അംഗീകരിച്ചിരുന്നത്. പക്ഷേ അവർ കൂടുതലും പ്രാധാന്യം കൊടുത്തത് യാക്കോബിനാണ് പ്രാധാന്യം കൊടുത്തത്. യാക്കോബാണ് അവരുടെ ഏറ്റവും വലിയ, എന്താ പറയാ, ഏറ്റവും വലിയതായ ആളെന്ന് അവർ കണക്കാക്കിയിരുന്നു. അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത് പോലെ അവരെന്ത് ചെയ്തിരുന്നു? അബ്രഹാമല്ല, യാക്കോബാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ യെരൂശലേമിലല്ല ആരാധിക്കേണ്ടത്, എവിടെയാണ്? ആ മലയിലാണ് ആരാധിക്കേണ്ടതെന്ന് അവർ വിശ്വസിച്ചു പോകുന്നു. അങ്ങനെയുള്ളതായ കുറെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ്, വിഗ്രഹങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുന്നതായ ഒരു ജീവിത ശൈലി തുടരുന്നതുകൊണ്ടാണ് ഒരു യഹൂദനും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു ശമരിയക്കാരനോട് സംസാരിക്കാനും അവനോട് കൂടി സമ്പർക്കം പുലർത്താൻ തക്കവണ്ണം കഴിയാത്തതുമായ ഒരു കാര്യം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ്. ഇന്ന് ജാതീയമായി വലിയ മേൽക്കോയ്മകൾ നിൽക്കുന്നതായ കാലഘട്ടമാണ്. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിലും യെരൂശലേമിലുള്ളതായ യഹൂദന്മാര് സമ്പന്നമായി ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ശമരിയക്കാരെങ്ങനെയാണ് കണ്ടിരുന്നത്? ദൈവത്തെ അറിയാത്ത നികിഷ്ടമായ ജീവികൾ എന്ന നിലയിലാണ് അവർ കണ്ടിരുന്നത്, അല്ലെ? എന്നാൽ ഇതെല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. ആരാണ്? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ആ ശമരിയ എന്ന പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നതായ ചില കാര്യങ്ങളെ കാണാൻ കഴിയും. ശമര പട്ടണത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നത് എന്തുകൊണ്ടാണ് നാം പരിശോധിക്കുകയാണെങ്കിൽ, അവിടെ ആ സ്ത്രീയുമായി അവിടുത്തെ സംഭാഷണം ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആ സ്ത്രീയുടെ സംഭാഷണവും യേശുവും തമ്മിലുള്ള സംവാദത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. നമുക്കൊന്ന് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ഇവിടെ ശമരിയക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു, അല്ലെ? യേശു ദാഹിച്ചത് കൊണ്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായിരിക്കുന്ന എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ, അല്ലെ? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവരുടെ പൂർവികർ തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല. യഹൂദനും ശമരിയും തമ്മിലുള്ള ആ വേർപാടിന്റെ ഒരു വലിയ മതിൽ അതിനിടയിൽ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ ഇങ്ങനെയാണ് നീ ചോദിക്കുന്നത്. നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമരിയ സ്ത്രീയാണ്. നമുക്ക് യേശുവിനെ തന്നെ ചില ഭാഗങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. നീ ഒരു ശമര്യനാണ്, അല്ലെ? നീ ഒരു ശമര്യനാണ്, നിന്നിൽ ഭൂതമുണ്ട്, ആ ഭൂതത്താലാണ് നീ പലതും അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്ന് യേശുവിനോട് തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അപ്പൊ ശമര്യൻ എന്ന് പറയുന്നത് ഭൂതങ്ങളെ ആശ്രയിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കേണ്ടവർ, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലും അവരെങ്ങനെയാണ്? മറ്റു തര ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. ഇവിടെ സ്ത്രീ എന്താണ് പറഞ്ഞത്? യഹൂദ, നിനക്ക് ഒന്ന് വായിക്കാം. നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായിരിക്കും എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും
ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൂടി കുടിപ്പാൻ ചോദിക്കുന്നവനും ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയായി ചെയ്യുന്നത് പറഞ്ഞു. അല്ലെ, ഇവിടെ ആ സ്ത്രീ അറിഞ്ഞില്ല. സ്ത്രീ എന്താണ് പറഞ്ഞത്? അവൾ ഭൗമികമായുള്ള കാര്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് എന്നാണ് പറഞ്ഞത്? ആത്മീയമായ കാര്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നതായി കാണുന്നത്. അതിനെ തുടർന്നുള്ള വേദഭാഗം നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആ സ്ത്രീ, യേശു സ്ത്രീയോട് പറയുകയാണ്, എന്താ പറയുന്നത്? നിന്റെ ഭർത്താക്കന്മാരല്ലേ? അത് നിങ്ങൾ വായിക്കാം. പിന്നെ ജീവനുള്ള വെള്ളം എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. ഇവിടെ ആ സ്ത്രീ പറയുകയാണ്, എന്താ പറഞ്ഞത്? നീ യാക്കോബിനെക്കാളും വലിയവനോ? ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ആരാണ്? യാക്കോബാണ് തന്നത്. യാക്കോബ് തന്റെ മകനായ യോസേഫിന് കൊടുത്തതായ കിണർ. ഈ കിണറിനെ കുറിച്ചും അവർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കാരണം യോസേഫ് ആ കിണറ്റിൽ നിന്നും വീണ് വന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ആ കിണറ്റിൽ എന്തുണ്ടായി? ധാരാളം ജലസമൃദ്ധി ഉണ്ടായെന്ന് അവർ പൊതുവെ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ വേറെ കുറെ കാര്യങ്ങൾ ശമര്യക്കാർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം യാക്കോബാണ് വലിയതെന്നും അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പിച്ചതും ഗെരിസിൻ മലയിൽ നിന്നാണെന്നും അങ്ങനെ ദൈവത്തെ ആരാധിക്കേണ്ടതും എല്ലാം അടിസ്ഥാനം എവിടെ നിന്നാണ്? ഗെരിസിൻ മലയിലാണ്, അല്ല യെരൂശലേമിലല്ല എന്ന് അവർ പൊതുവെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇവിടെ യേശു ആ സ്ത്രീയുമായി പറഞ്ഞതായ കാര്യം എന്താണ് പറയുന്നത്? ഒന്നുകൂടെ വായിക്കാം. യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിനെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. ഇവിടെ യേശു പറഞ്ഞതായ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ സ്ത്രീയോട് എന്താണ് പറഞ്ഞത്? 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ചിന്തിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഈ സ്ത്രീ 5 ഭർത്താക്കന്മാരെ വിവാഹം ചെയ്തൊരു സ്ത്രീയാണ്, അല്ലെ? എന്നാൽ ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നാം ആദ്യം ഈ വേദഭാഗം വായിച്ചപ്പോൾ 2 രാജാക്കന്മാർ വായിച്ചപ്പോൾ അവിടെ എന്താണ്? ഈ മല സ്ഥാപിച്ചപ്പോൾ അവിടെ 5 തരം ജാതീയമായ ജാതികളെ കൊണ്ട് ഇവിടെ പാർപ്പിച്ചിരുന്നു. ഈ ശമര്യ പട്ടണത്തിൽ പാർപ്പിച്ചിരുന്നു. അപ്പോൾ 5 തരം ആരാധിക്കുന്നതായ 5 ദേവന്മാരും അവരുടെ ജീവിത രീതികളിൽ ഇസ്രായേലിന്റെ ജീവിത രീതിയിൽ ഇടം പിടിച്ചിരുന്നു. അങ്ങനെ അവരുടെ ആരാധനകൾ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം ഇവിടെ പറഞ്ഞതായ കാര്യം എന്ന് പറയുന്നത്, ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഈ എന്താണ്? അവരുടെ ആരാധനയെ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ യഹൂദന്റെ വീണ്ടെടുപ്പുകാരനാണ്? യഹോവയായ ദൈവമാണ്, അല്ലെ? ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അപ്പോൾ നമ്മുടെ മണവാളൻ എന്ന് പറയുമ്പോൾ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ ഈ ശമര്യ സ്ത്രീയോട് പറഞ്ഞതായ കാര്യത്തിൽ നാം പ്രത്യേകിച്ച് നോക്കുമ്പോഴേക്കും അവിടെ അവരുടെ മുൻകാല ജീവിതത്തിൽ അവരുടെ ആരാധിച്ചു വന്നതായ 5 തരം ജാതീയ ആചാരങ്ങളെയാണ് കാണിച്ചത്. ആ സ്ത്രീയുടെയും ആ ശമര്യക്കാരുടെയും ജീവിതത്തിൽ അവരുടെ ആരാധിച്ചു വന്നതായ
ദൈവം പറയുകയാണ്, ഇപ്പോഴുള്ളവനോ, ഇപ്പോഴുള്ളവൻ ആരാണ്? യഹോവയായ ദൈവം. അവർ 5 തരം ആചാരങ്ങൾ ആചരിച്ചു വന്നതുവെങ്കിലും പിൽക്കാലത്ത് അവർ ദൈവത്തെ, യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നുവെങ്കിലും അവർ സ്വയമായി അവർ ദൈവത്തിന് പൂർണ്ണ സമർപ്പണത്തോടെ ഒരിക്കലും ആരാധിച്ചിരുന്നില്ല. ദൈവത്തെ പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തെ, യഹോവയായ ദൈവത്തെ അവർ ആരാധിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് ദൈവം പറഞ്ഞത്, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞു, വീണ്ടും പറഞ്ഞു, പിതാവിനെ എന്താണ് താഴോട്ട് വായിക്കാം. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാസികൾ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല, യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. ഇവിടെ അവരുടെ ആരാധന യെരൂശലേമിൽ, യഹൂദന്മാർ കുറച്ചുപേർ എന്ത് വിചാരിച്ചു? യെരൂശലേമിൽ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്നു. എന്നാൽ ശമര്യക്കാർ വിചാരിച്ചു, ശമര്യ ഗെരിസിം മലയിൽ ആരാധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താമെന്ന് കഴിയും. എന്നാൽ രണ്ടു കൂട്ടരും വിശ്വസിച്ചിരുന്നതിൽ വിപരീതമായാണ് ആര് പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഈ മലയിലുമല്ല, യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. അല്ലെ? അപ്പൊ യേശു ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആരാധിക്കേണ്ടതായ വ്യക്തി ഞാനാണ്. ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നാഴികയാണ് ഇപ്പോഴത്തെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നാം ഒരു ശമര്യനായി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിച്ചതായ സമയം മുതൽ നാം ദൈവത്തിന്റെ മണവാട്ടിയായി നാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെ? അപ്പോൾ നാം ശമര്യയിലുള്ള അവരുടെ ജീവിത രീതികൾ മാറ്റിക്കൊണ്ട് ദൈവത്തിനെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണ്. ഇന്ന് നമുക്ക് പറയാം, അല്ലേ, നാം ഇത് ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി മറ്റാരെയും ആരാധിക്കാതെ വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ആരാധിക്കുന്നവരാണ് സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകാർ എന്ന് പറയുന്നത്. നമുക്ക് പുണ്യാളന്മാരുണ്ടോ? നമുക്ക് പുണ്യാളന്മാരുണ്ട്, അല്ലേ? നമുക്ക് ആരെയും വേറെ ആരെയും മധ്യസ്ഥരുണ്ടോ? നമുക്ക് ഏക മധ്യസ്ഥരുണ്ട്. ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞതായ ഈ സമയത്തിൽ തന്നെ ആ ശമര്യക്കാരി സ്ത്രീ എന്ത് പറഞ്ഞു? നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. ആദ്യത്തെ ശമര്യ പട്ടണത്തിലെ ഒരു വിശ്വാസിയായി, ഒരു സുവിശേഷകയായി ആര് മാറി? ശമര്യക്കാരി സ്ത്രീയായി മാറിയത്. അവരുടെ ജീവിതത്തിൽ തന്റെ പഴയകാല പൂർവികരെ ആരാധിച്ചു വന്നതിനല്ല, പിന്നെ അവൾ ആരിൽ വിശ്വസിച്ചോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അവളുടെ ജീവിതത്തിൽ അവൾ ആ പട്ടണം മുഴുവനും സാക്ഷിയായി മറ്റുള്ളവരെ അറിയിച്ചു. വരാനിരിക്കുന്ന മിശിഹയെ കുറിച്ച് അറിയിച്ചു. അവൻ യേശുവാണ്, അവനെ വേണം നാം ആരാധിക്കേണ്ടതെന്ന് അവൾ പറഞ്ഞതായി കാണുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ തക്കൊണ്ട് കഴിയും? 2 രാജാക്കന്മാർ 17-ാം അധ്യായം 33, യോഹന്നാൻ 4:13 തമ്മിൽ നാം താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ തക്കൊണ്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരമാണ് ആരാധിക്കേണ്ടത്? നാം ശമര്യക്കാരുടെ ജീവിതം പോലെയാണ് നമ്മുടെ ജീവിതം നാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പോകുന്നവരാണ്. നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനിൽ അഭയം പ്രാപിക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം എന്ത് ചെയ്യുക? നാം ആരാധിക്കണമെന്ന് ദൈവവചനം പറയുന്നു. ഒരു മിശ്രിതമായ ആരാധനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെ? എല്ലാം കൂടി കലർത്തിയുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ല, ഏകസത്യ ദൈവത്തിൽ, ആ ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ആ മധ്യസ്ഥനിൽ നാം വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. എഫെസ്യർ 4:2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? എഫെസ്യർ
14-ാമത്തെ വാക്യം. അവൻ അവൻ നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, അവൻ ഇരുപക്ഷത്തെയും എന്ത് ചെയ്തു? ഒന്നാക്കി. ഒന്നാക്കി. അല്ലെ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് യഹൂദനുമില്ല യവനനുമില്ല, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. വായിക്കാം. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ തന്റെ ജഡത്താൽ അവൻ നീക്കി വേർപാടിന്റെ നടിച്ചുവർ അവൻ ഇടിച്ചു കളഞ്ഞു. അല്ലെ, അപ്പോൾ ദൈവം ന്യായപ്രമാണത്താൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മറ്റ് ആരാധനകളെ മാറ്റിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ എന്താ പറയുന്നത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്, എനിക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയോ സേവിക്കുകയോ എന്ന് ദൈവത്തിന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും മറ്റൊന്നിനെയും നാം വാങ്ങാൻ പോകരുത്. നാം ആരാധിക്കേണ്ടത് ആരെയാണ്? ക്രിസ്തു യേശുവിനെയാണ്. അവനാണ് നമ്മെ എന്ത് ചെയ്തത്? നമ്മെ വീണ്ടെടുത്തതായ ദൈവം. അവനിലൂടെയാണ് നാം എന്ത് നൽകിയത്? അവൻ നമ്മുടെ സമാധാനമാണ്. അല്ലെ, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവിടെ യഹൂദനെയും അല്ലെ യവനനും ഉയർന്നവനും താഴ്ന്നവനും എന്നില്ല. അവിടെ ദൈവസന്നിധിയിൽ എങ്ങനെയാണ്? എല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരുപോലെയാണ്. അല്ലെ, ഇവിടെ ഞാൻ വലുതായിട്ട് കൊടുക്കുന്നവനാണ്, ഞാൻ വലിയവനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെയെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൽ 23-ാമത്തെ വാക്യം എന്നാണ് പറയുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനും അപ്രകാരമാണ്. നമ്മുടെ പിതാവിനെ നാം എങ്ങനെ ആരാധിക്കണം? സത്യ നമസ്കാരികൾ. ഇസ്രായേൽ ജനം ഒരടിമയായി പോയെങ്കിലും ദൈവത്തിന്റെ ഒരു ശേഷിപ്പായി അവർ നിലകൊള്ളും. നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഈ ക്രിസ്തീയ കോളത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? ഒരു ശേഷിപ്പിന്റെ ജനമായിരിക്കണം. നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം? ഒരു ശേഷിക്കപ്പെട്ട ജനമായിരിക്കണം. അല്ലെ, ദൈവത്തിന് വേണ്ടി ശേഷിക്കപ്പെട്ട ജനം. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഏലിയാവ് ഒരിക്കലും എന്ത് പറഞ്ഞു? ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു പറഞ്ഞു. അല്ലെ, ഞാൻ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ യഹോവയായ ദൈവം പറഞ്ഞു, ബാലിനെ മുട്ടുമടക്കാത്തത്. അല്ലെ, ബാലെന്ന ദൈവത്തെ ആരാധിക്കാത്തതായ ഒരു കൂട്ടം ജനത്തെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ പറയാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ്. അല്ലെ, ദൈവത്തിന്റെ ഒരു ശേഷിപ്പിന്റെ ജനമായി നാം പിന്തുടരുന്നുവെങ്കിൽ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? നാം ആരാധിക്കേണ്ടതുണ്ട്. അവസാന ഭാഗമായി ഗലാത്യർ 3-ാം അധ്യായം അതിൽ 28-ാമത്തെ വാക്യം എന്നാണ് പറയുന്നത്. ഗലാത്യർ 3-ാം അധ്യായം അതിൽ 28-ാമത്തെ വാക്യം എന്നാണ് പറയുന്നത്. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വാതന്ത്ര്യമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും എങ്ങനെയാണ്? ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ്. ഇന്ന് സഭയിൽ നാം വലിയവരാണ്, ഞാൻ പുരുഷനാണ്, ഞാനാണ് ഏറ്റവും വലിയവൻ, എന്റെ വാക്ക് മറ്റുള്ളവർ കേൾക്കണമെന്നില്ല. അല്ലെ, ദൈവത്തിന്റെ വചനം പറയുന്നതായ സ്ത്രീ പുരുഷൻ എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നാണെന്ന് ദൈവം പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്താണ് പറയുന്നത്? മറ്റുള്ളവരോട് എന്റെ ജനമായുള്ളവരെ നിങ്ങൾ അവളെ വിട്ടു പോരുമെന്ന് പറയുന്നു. എന്തിനു വേണ്ടി? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, ആ സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. ശമരിയുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ ആചാരപരമായ ജീവിതത്തിൽ നിന്നും നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ആ ക്രിസ്തു മണവാളനെ കാത്തിരിക്കുന്ന ഒരു കന്യകയായി മാറത്തക്കവണ്ണം നാം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. ഈ വചനത്തിലൂടെ
നാം മനസ്സിലാക്കുന്നത്. ആ ശമരിയ സ്ത്രീയും അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ മറ്റ് ആചാരങ്ങളെ പിന്തുടരുന്നവരായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മുദ്രാകരമാണ്. നാമും കഴിഞ്ഞ ജീവിതത്തിൽ നാം എങ്ങനെയായിരുന്നു? മറ്റു ജീവിതത്തോടു കൂടി നാം ജീവിച്ചവരാണ്. എന്നാൽ ക്രിസ്തു യേശുവിൽ നാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നാം ഈ ആഴ്ചയിൽ നാം പഠിച്ചതുപോലെ ആ പാഠങ്ങളിലൂടെ ക്രിസ്തീയ സഭയിൽ നാം എങ്ങനെയായിരിക്കണം. ഇന്ന് മനോഹരമായ പാഠം അല്ലെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, പൗലോസ് സഭയെ സ്നേഹിച്ചതുപോലെ ഒരുമിച്ച് വേണ്ട നമുക്ക് ആ വരവെങ്കിൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും? വേർപെട്ട ജനമായി, ദൈവത്തിന്റെ വിശേഷപ്പെട്ട ജനമായി കൊണ്ടുവരണം. ഈ വചനങ്ങളാൽ ദൈവത്തെ അനുഗ്രഹിക്കുന്നതാകട്ടെ.